നിർമ്മാതാക്കളുടെ സംഘടനയിലേക്കുള്ള പത്രിക തള്ളിയതിനെ ന്യായീകരിച്ചുള്ള വിജയ് ബാബുവിന്റെ പോസ്റ്റിന് സാന്ദ്ര തോമസിന്റെ മറുപടി. ചിലരുടെ കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തുവരുന്നു. നിയമപരമായി തന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന ഒന്നും വിജയ് ബാബുവിന്റെ പോസ്റ്റിലില്ല. കാര്യങ്ങൾ കോടതി വിലയിരുത്തുമെന്നും സാന്ദ്രയുടെ FB പോസ്റ്റ്. സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നായിരുന്നു വിജയ് ബാബുവിന്റെ പ്രതികരണം. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, വിജയ് ബാബുവിന്റെ FB പോസ്റ്റിന് FBയിലൂടെ തന്നെ സാന്ദ്രയുടെ മറുപടി എന്താണ് അതിന്റെ ഉള്ളടക്കം? ഷെയ്ഫുദ്ദീൻ, വിജയ് ബാബു അല്പം മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാന്ദ്രയ്ക്കാവില്ല എന്ന കാര്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിനെതിരെയാണ് ഫേസ്ബുക്കിൽ തന്നെ മറുപടിയുമായി സാന്ദ്ര എത്തിയത്. അതായത് അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ 2016 വരെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു താനെന്നുള്ള കാര്യം വിജയ് ബാബു സമ്മതിച്ചിരിക്കുന്നു. 2016 ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസിൽ താൻ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ തന്റെ വാദം ഇത്ര മാത്രമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിയമാവലി പ്രകാരം ആ സമയത്ത്, അതായത് 2016 മുൻപ് താൻ മാനേജിംഗ് പാർട്ണർ ആയിരുന്ന സമയത്തുള്ള സിനിമകളുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റുകൾ തന്റെ പേരിലുള്ളതാണ്. അത് ഉപയോഗിച്ച് തനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാന്ദ്ര വിജയ് ബാബുവിന്റെ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിയമാവലി ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ തന്റെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന ഒന്നും തന്നെ വിജയ് ബാബുവിന്റെ പോസ്റ്റിൽ ഇല്ല. ഇതുള്ളത് ഒരു കുതന്ത്രങ്ങളാണ്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അടക്കമുള്ള കുതന്ത്രങ്ങൾ മറനീക്കി പുറത്തു വരിക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇത് കോടതി വിലയിരുത്തട്ടെ, എന്നിട്ട് കോടതി തീരുമാനിക്കട്ടെ എന്താണ് നടപടി എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതുമാണ് സാന്ദ്ര തോമസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ശരി ലിഡിയ.